സായാഹ്നം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കലാച്ചി എന്ന നോവലിന് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വായനയും വാക്കുകളും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കലാച്ചിയുടെ ഒരുപക്ഷെ ആദ്യത്തെ ഡിസ്കഷനാണിത്. ഈ വിധത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നെങ്കിലും ഇങ്ങനെ മുഖത്തോട് മുഖം, പേഴ്സൺ ടു പേഴ്സൺ ഇത്തരം വാക്കുകൾ കേൾക്കാനുള്ള ഒരവസരം എനിക്ക് തന്നതിന് ആദ്യമായിട്ട് ഞാൻ നിലാവ് സാംസ്കാരിക കൂട്ടായ്മയ്ക്കും പിന്നെ ഇതിൽ ഭാഗഭാക്കായ AT കോവൂർ ഗ്രന്ഥശാലയ്ക്കും ടാഗോർ ഗ്രന്ഥശാലയ്ക്കും നാട്യഗ്രാമത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. അത് ഞാൻ ഔപചാരികമായിട്ട് ആദ്യമേ പറയേണ്ടതായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ കുറച്ച് ഇത് കേൾക്കാനുള്ളൊരു ഉത്കണ്ഠ കൊണ്ടും ഇതെല്ലാം പറയാൻ പിന്നീടത്തെ ഒരവസരം കൂടി ഉള്ളത് കൊണ്ട് ഞാൻ മാറ്റിവെച്ചതാണ്. എന്നെ ആദ്യമായിട്ട് ഇതിനു വേണ്ടി വിളിക്കുന്നത് ശ്രീ മണിശങ്കർ തന്നെയാണ്, അല്ലെ മാഷൽ സുഖ സാറാണ്. നമ്മൾ തമ്മിൽ സംസാരിച്ചല്ലോ. അതിനുശേഷം മണിശങ്കർ മാഷ് സംസാരിച്ചു. എനിക്ക് ഇതിന് ആദ്യം സുഖ സാറിനോടും മണിശങ്കർ മാഷിനോടും നന്ദി പറയുന്നു. സുകുമാരൻ നായർ സാറിനോട് പ്രത്യേകമായി നന്ദി പറയുന്നു, ഇത്ര മനോഹരമായിട്ട് ഇത് കൊണ്ടു നടക്കുന്നതിന്. ശ്രീ രാജൻ മാഷോടും എൻ്റെ അകൈതവമായ നന്ദി. കാരണം ഇന്ന് ഇത്രയും പേരെ കേൾക്കാനും പുസ്തകത്തെ പറ്റി എങ്ങനെയാണ് ഈ വായന എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഓരോ പുസ്തകം എഴുതി കഴിയുമ്പോഴും നമ്മളെ അലട്ടുന്ന ഒരു കാര്യമാണ്. ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വായനക്കാരെ കുറിച്ച് ഓർമ്മയേയില്ല. ഞാൻ ഈ പുസ്തകത്തിൻ്റെ പിൻകുറിപ്പിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് വാസ്തവത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ നടത്തിയൊരു ശസ്ത്രക്രിയയ്ക്ക് സമമായിരുന്നു. ഞാൻ എന്നെ കീറി മുറിച്ച് പരിശോധിക്കുകയായിരുന്നു. ഈ മയക്കുമരുന്നില്ലാതെ, അനസ്തേഷ്യ ഇല്ലാത്തൊരു ശസ്ത്രക്രിയ സ്വയം നടത്തുന്നത് പോലെയാണ് ചില നേരങ്ങളിൽ പുസ്തകം എഴുതുന്നത്. അത്തരം ഒരു നോവൽ എഴുത്തായിരുന്നു, ഒരു രചനാ അനുഭവമായിരുന്നു കലാച്ചിയുടേത് എന്ന് ആദ്യമേ ഓർപ്പിക്കുന്നു. കേൾക്കാൻ പറ്റുന്നില്ല? അത് സാരമില്ല, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ചർച്ചയില് ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യമായിട്ട് മറുപടി പറയാം. അതിലാദ്യം തീർച്ചയായിട്ടും എനിക്ക് നന്ദി പറയാനുള്ളത് രാഹി ടീച്ചറിനോടാണ്. മനോഹരമായി വളരെ സംക്ഷിപ്തമായി അത് അവതരിപ്പിച്ചു എന്നുള്ളത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് എങ്ങനെയാണ് ആ വീഡിയോയ്ക്ക് നന്ദി പറയേണ്ടത് ഞാൻ നേരിട്ട് പറഞ്ഞതുകൊണ്ട് അത് ഇവിടെ പറയാൻ കഴിയാതെ പോയി. ഇത് അയച്ചു കിട്ടുമ്പോൾ ഞാൻ വളരെ ഉദാസീനതയോടെയാണ് ആ വീഡിയോ തുറന്നു നോക്കുന്നത്. ഞാൻ വിചാരിച്ചു വേറെന്തോ മാറി അയച്ചു തന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് കലാച്ചിയുമായി കടൽ തീരത്ത് കിടക്കുന്ന ആളിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റു. കാരണം പിതയുടെ യാത്ര അവസാനിക്കുന്നതിനെ പറ്റി എനിക്കൊരു ധാരണയുണ്ടായത് ഇതുപോലെ കടൽ തീരത്ത് അവസാനിക്കുന്നതായിട്ടാണ്. പക്ഷേ അത് ചിലപ്പോൾ വളരെ വളഞ്ഞ ഒരു വഴിയായി തോന്നും. അത് എഴുതി ഉണ്ടാക്കലും വളരെ പ്രയാസമായതുകൊണ്ട് ആണ്. പ്രത്യേകിച്ചും എനിക്ക് നമ്മുടെ എയർപോർട്ടിൽ വരുന്ന ഒരു രംഗം അതേപോലെ അവതരിപ്പിക്കണമെന്ന് ശാഠ്യം ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് ഞാനത് ഇന്ന് നിങ്ങൾ വായിച്ചതുപോലെ അത് അവസാനിപ്പിച്ചത്. പക്ഷെ അത് വായനക്കാരനാകാം പുസ്തകം മാർത്ത് വെച്ച് കിടന്ന മുഹമ്മദിന് നന്ദി പറയുന്നു. അതിലെ കാലൻ പോലീസിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ആദ്യമായിട്ടുള്ള അവതരണമാണെന്ന് തോന്നിയിട്ടേ ഇല്ല. വെയിലത്ത് ഇത് ഷൂട്ട് ചെയ്ത വിപിന് ഒരുപാട് നന്ദി. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഇനിയും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എഴുത്തുകാർക്ക് ഇതിൽ പരം ഒരു വലിയ സപ്പോർട്ടില്ല. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ശ്രീ അജയൻ അദ്ദേഹത്തിനും ഞാൻ ഹൃദയംഗമമായി നന്ദി പറയുന്നു. ഇത് ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്.
ഞാൻ അതുകൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കാൻ വേണ്ടി ഇത് കണ്ട് ഞാൻ ഞെട്ടി എന്ന യൂട്യൂബുകാരുടെ ഐഡിയ കടമെടുത്തത്, പോസ്റ്റ് ചെയ്തതും അത് ഇത്രയേറെ ആളുകളിൽ എത്തിയതും കണ്ടവരെല്ലാം നിങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട്. ധാരാളം സുഹൃത്തുക്കൾ നേരിട്ട് എന്നെ, പ്രശസ്ത വ്യക്തികൾ വിളിച്ച് ഈ വീഡിയോയ്ക്ക് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമാകട്ടെ. വിപിൻ, അജയൻ, മുഹമ്മദ്, ശശികുമാർ കൂട്ടുകെട്ടിൽ ധാരാളം ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓൾ ദ ബെസ്റ്റ്. ഇനി രാഖി ടീച്ചറിൻ്റെ വളരെ സംക്ഷിപ്തവും വളരെ കൃത്യവുമായ വായനയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഇത് വളരെ വിശദമായി ആദ്യം അവതരിപ്പിച്ചത്, പുസ്തകത്തെ പരിചയപ്പെടുത്തിയ ശ്രീ പി.കെ. മണിശങ്കർ മാഷ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയാണ്. അതായത് ഇത് യാത്രകളുടെ കഥയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് യാത്രകളുടെ കഥ തന്നെയാണ്. യാത്ര എന്നത് ഒരു വലിയ രൂപകമായി എല്ലാ കഥകളുടെയും ആന്തരിക ഘടനയുടെ പ്രത്യേകതയായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് യാത്ര തന്നെ ഞാൻ ഒരു യാത്രയിലൂടെ വേണം ഈ കഥ ചുരുൾ നിവരാൻ എന്ന് ഞാൻ തീരുമാനിച്ചത്. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അമീർ അലിയുടെ രാഷ്ട്രീയം, അതും വളരെ കൃത്യമായൊരിതാണ്. ഒരു രാഷ്ട്രീയവുമില്ലാത്ത അമീർ അലിയുടെ ജീവിതത്തിലേക്ക് രാഷ്ട്രീയം ഇടപെടുന്ന ഒരു പ്രത്യേകമായ സന്ദർഭം, അത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള മുന്നറിയിപ്പാണ് എന്ന് ഞാനും വിചാരിക്കുന്നു. അത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു സന്ദർഭമായിരുന്നില്ല. അത് വളരെ ജൈവികമായി വന്നതും വളരെ സ്വാഭാവികമായി ഇതൾ വിരിഞ്ഞതുമായ ഒരു സംഗതിയാണ്. ഇതിലെ കാലസങ്കല്പത്തെ പറ്റി പറഞ്ഞു. അതിൽ ഖബറും കലാച്ചിയും ഒന്നിച്ച് എഴുതിയ കഥകളാണെന്ന് വേണമെങ്കിൽ പറയാം, പുസ്തകങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ആശയം മനസ്സിലുണ്ടായത് ഏതാണ്ട് ഒരേ കാലത്താണ്. ഘാതകൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഖബർ എന്ന ചെറിയ നോവൽ എഴുതുന്നത്. ആദ്യ ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ആദ്യ ആശയപ്രകാരം കലാച്ചിയും ഖബറിനോളം മാത്രം വലിപ്പമുള്ള ഒരു നോവലായിരുന്നു. ഇത് രണ്ടും നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചിരുന്ന രണ്ട് പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കപ്പെട്ടതായിരുന്നു. അതിൽ കലാച്ചിയിലാണ് ഞാൻ ആദ്യമായി സ്വയം ഒരു മുസ്ലിം കഥാപാത്രമായി എന്നെ സങ്കല്പിക്കാൻ ധൈര്യപ്പെട്ടത്. അങ്ങനെ സങ്കല്പിക്കാൻ ധൈര്യപ്പെട്ടപ്പോൾ, അത് ആദ്യം എഴുതി തുടങ്ങിയപ്പോൾ കസാഖിസ്ഥാനിലേക്ക് പോകുന്ന ഒരു ഇടത്തെത്തി ഞാൻ നിന്നു. ആ നിമിഷം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഇങ്ങനെ പോരാ, തീർച്ചയായിട്ടും കസാഖിസ്ഥാൻ കാണണം. കാരണം വായിച്ചു പോകും തോറും ഒരു കാര്യം മനസ്സിലായി, ഈ സെൻട്രൽ ഏഷ്യയുടെ ചരിത്രവും നമ്മുടെയൊക്കെ ചരിത്രവും വളരെ ഇടകലർന്ന് കിടക്കുന്നു എന്നുള്ളത്. ഇത് എഴുത്തിനെ പറ്റി, യാത്രകളെപ്പറ്റി, എന്നെപ്പറ്റി തന്നെയുള്ള, എൻ്റെ DNA പറ്റി തന്നെയുള്ള ഒരു അന്വേഷണമായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ദാർശനിക തലത്തിൽ അത് അനുഭവിപ്പിക്കുമായിരുന്നു, അതുവരെ എത്തിയില്ല എന്നൊക്കെ മണിശങ്കർ മാഷ് വളരെ പരാതി പറഞ്ഞു. എനിക്കതിൽ വളരെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എത്തിയില്ല, ഇൻക്ലൂസീവ് ആക്കി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ദർശനം ഉണ്ടായില്ല എന്നുള്ള ഒരു പരാതി അവിടെ കിടക്കുന്നു. എന്ത് ചെയ്യാം മാഷെ, ഈ പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞ് ജനിക്കുന്ന പോലെയാണ്. ഈ കുഞ്ഞ് മറ്റേ രീതിയിൽ ജനിക്കണമായിരുന്നു, ഇത്ര പൊക്കം ഉണ്ടാകണമായിരുന്നു, ഇത്ര വണ്ണം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇരിക്കണമായിരുന്നു മുഖം എന്നൊക്കെ വാശി പിടിക്കുന്നത് വളരെ കഷ്ടമാണ്. ഇത് ആ സാഹചര്യത്തിൽ ഇത് അല്ലെങ്കിൽ ആകുന്നു എന്നുള്ളത്. പക്ഷെ അതാണ് അതിൻ്റെ ദർശനം. എനിക്ക് തർക്കിക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് തർക്കിച്ചത്. ഇൻക്ലൂസീവ്നെസ് തന്നെയാണ് അതിൻ്റെ ദർശനം. അതില്ലാതെ ഒരു ദർശനവും ദർശനമാകുന്നില്ല എന്നുള്ളത് ഒരു ദർശനമാണ്. ഗുരുവിൻ്റെ ദർശനങ്ങളിലേക്ക് നോക്കുമ്പോൾ, ആശാന്റെ കവിതകളിലേക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാം കണ്ടെത്തേണ്ട ഒരു ദർശനം എന്താണോ, പഠിച്ചെടുക്കേണ്ട, സ്വാംശീകരിക്കേണ്ട ഒരു ദർശനം എന്താണോ, അതാണ് ഈ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന ദർശനം. അപരത്വം ഇല്ല. ഗുരുവിൻ്റെ ഈ ഒരു കഥ തന്നെ എനിക്ക് എപ്പോഴും, എന്നെ എത്ര ആലോചിച്ചാലും നമ്മൾ അതിൻ്റെ അടരുകൾ തീർന്നു പോകാത്ത ഒന്നാണ്.
ഗുരുവും ശിഷ്യനും കൂടി യാത്ര പോകുന്നു. ഇരുട്ടായി. ശിഷ്യൻ ഒന്ന് അറയ്ക്കുമ്പോൾ ഗുരു ചോദിക്കുന്നു, എന്താ പേടിയുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, കുറേശ്ശെ. അപ്പോൾ ഗുരു ചോദിക്കുന്നു, രണ്ടുണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടു? അതായത് എന്നിൽ നിന്ന് വിഭിന്നമായി, എന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നുണ്ടെങ്കിലല്ലേ ഞാൻ ഭയക്കേണ്ടു, എന്നെ ഞാൻ ഭയക്കേണ്ടതില്ലല്ലോ. അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദർശനമാണത്. അതുകൊണ്ട് ഈ അതിൽ അങ്ങനൊരു ഫോബിയയ്ക്ക് നമ്മളിതുവരെ പേരിട്ടിട്ടില്ല. അപരത്വത്തിലുള്ള ഫോബിയ. അതിന് പകരമുള്ള ഇന്ന് പ്രചാരത്തിലുള്ളൊരു ഒരു പദമാണ് നമ്മളെല്ലാവരും അതിന് വശപ്പെടുകയാണ്, അല്ലെങ്കിൽ വിധേയരാണ് എന്ന് തിരിച്ചറിയാതെ കൊണ്ടു നടക്കുന്ന ഒരു ഫോബിയയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, മുഴങ്ങുന്ന ഒരു ഫോബിയ. അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഫോബിയകളെക്കുറിച്ചെല്ലാം പറഞ്ഞത്, ഈ 10 ഫോബിയകളെക്കുറിച്ചും പറഞ്ഞത്. 11ാമത്തെ ആ ഫോബിയ ഉണ്ടല്ലോ, അത് ഇവിടെ ഓരോ സ്ഥലത്തും നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ രാജ്യത്തെക്കുറിച്ച്, ഈ രാജ്യത്തെ ദേശീയതയെ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൗരത്വത്തിൽ നമ്മൾ ജനിച്ച ഇടത്തെപ്പറ്റി, കാലത്തെപ്പറ്റി, നമ്മൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒസ്യത്തായി കിട്ടിയ ഈ വലിയ പൈതൃകത്തെപ്പറ്റി ഒക്കെ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോബിയ പാടില്ല. ഇതുവരെ കിട്ടിയ എല്ലാ മതങ്ങളുടെയും സ്വാംശീകരണം എന്നത് തന്നെ ഫോബിയ അരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അപരരോടുള്ള നമ്മളിൽ നിന്ന് ഭിന്നരായ ആരോടുമുള്ള ഫോബിയ പാടില്ല എന്നതും ആദിയിൽ മനുഷ്യരാശി ഒരൊറ്റ സമുദായമായിരുന്നു എന്നുള്ളതുമാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. ഇനി അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. താങ്ക് യു. അതായത് ഇതിലെ ഏറ്റവും ശക്തരായ 2 സ്ത്രീകളുണ്ട്, ഉമ്മിജാനും ഉമ്മിച്ചയും. ഇവർ രണ്ടുപേരും മരിച്ചു പോകുന്നു എന്നുള്ളത്. നമ്മുടെ മുൻ തലമുറകളിലെ വളരെ ശക്തരായ സ്ത്രീകളെ, അവരുടെ ഓർമ്മകളെ നമ്മൾ കൊന്നുകളയുകയായിരുന്നു. നമ്മൾ മാത്രമല്ല, സമൂഹം. നമുക്ക് മുമ്പിലുള്ള ഓരോ മതത്തിലും പെട്ട എത്രയേറെ ശക്തരായ സ്ത്രീകൾ വെട്ടിത്തെളിച്ച വഴിയിലൂടെയാണ് ഇന്നത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വ്യക്തികളും ഒക്കെ ഇവിടെ വരെ എത്തിയത് എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായ സത്യം. ഇത് വേണമെന്ന് വെച്ച് ധരിച്ചതല്ല. സ്വാഭാവികമായ കഥ പറയുമ്പോൾ ആ കഥാപാത്രങ്ങൾ അവിടെ വെച്ച് അവരുടെ മരണം പ്രഖ്യാപിച്ചതാണ്. അത് സത്യമായ ഒരു പ്രഖ്യാപനമാണ്. അത് കണ്ണു തുറപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. പല വിധത്തിൽ അവരുടെ ഓർമ്മകളെ കൊന്നുകളഞ്ഞതിന്, അവരെ മായ്ച്ചു കളഞ്ഞതിന് ഒക്കെയുള്ള പശ്ചാത്താപവും പ്രായശ്ചിത്വവും നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ്. ഇത് കഥയിൽ ഉളവായി വന്ന ഒരു സംഗതിയാണ്. എനിക്ക് ശ്രീ രാജൻ മുല്ലശ്ശേരിയുടെ അഭിപ്രായത്തോട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടു. കാരണം ആദ്യ കഥ തുടക്കം വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കഥ എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്. അതെനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 സാധ്യതകളാണ് ഞാനിതിന് പരിഗണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള വായനക്കാരെ ഞാൻ സത്യത്തിൽ ഭയക്കുന്നു. കാരണം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഈ കഥയുടെ പരിണാമം എന്താവുമെന്ന് ഊഹിച്ചറിയാൻ സാധിക്കുന്ന വായനക്കാർ എഴുത്തുകാരാവേണ്ടവരാണ്. അദ്ദേഹത്തോട് എഴുതാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. പോയോ? പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ വേറെ രീതിയിലാക്കാമായിരുന്നു, ഇത്രയേറെ നാടകീയത വേണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു. എങ്ങനെയാണ് ഇന്ത്യയിൽ മനുഷ്യരുണ്ടായതെന്നുള്ള, അവർ വന്നതെന്നുള്ള ചരിത്രം അറിയാമോ? ആഫ്രിക്കയിലാണ് മനുഷ്യർ പിറവി എടുത്തതെന്നും അവർ പിൽക്കാലത്ത് ഈ മനുഷ്യരെ ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന പ്രത്യേകമായ ജനുസ് യാത്ര ചെയ്ത് വരികയായിരുന്നെന്നും
ഏതാണ്ട് 30-35 ഒറ്റ വർഷങ്ങൾക്ക് മുൻപ് എരിത്രിയയിൽ നിന്ന് ഒരമ്മയും മക്കളും കടലിടുക്കുകളൊക്കെ ചാടിക്കടന്ന് ദക്ഷിണേന്ത്യയിലേക്ക് വരികയായിരുന്നു എന്നൊരു സംഗതിയുണ്ട്. അതിനേക്കാൾ വലിയ നാടകീയതയുണ്ടോ? ഒരു ഹോട്ടലിൻ്റെ മുകളിലത്തെ മുറിയിൽ നിന്ന് ഒരു പർവ്വതാരോഹകയായ ഒരു സ്ത്രീ കയറിൽ തൂങ്ങി ഇറങ്ങിയതിന്? എൻ്റെ ചോദ്യം ഇതാണ്. നമ്മളൊക്കെ ജീവിച്ച ജീവിതങ്ങളുടെ നാടകീയത എഴുതപ്പെടാത്തത് കൊണ്ടും വളരെ വാർക്കു മാതൃകകളായ കഥാസന്ദർഭങ്ങളിൽ തളച്ചിടയ്ക്കപ്പെട്ട സ്ത്രീകളെ ആവർത്തിച്ച് കാണുന്നത് കൊണ്ടും നമുക്കൊക്കെ ചില ധാരണകളുണ്ട്. അതിൽ നിന്ന് ഭിന്നതയായാൽ എല്ലാവരും നാടകീയത ഡ്രാമ ക്വീൻസ് ആണെന്ന്. സത്യത്തിലല്ല. നമ്മൾ കൂടുതൽ വായിച്ചിട്ടില്ല, കൂടുതൽ ലോകം കണ്ടിട്ടില്ല, കൂടുതൽ മനുഷ്യരെ കണ്ടിട്ടില്ല എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. യാത്ര പുറപ്പെടും തോറും, നമ്മൾ ഇടപെടുന്ന മനുഷ്യരുടെ എണ്ണം കൂടും തോറും, നമ്മൾ പോകുന്ന രാജ്യങ്ങളിലെ സംസാരിക്കുന്ന ആളുകളുടെ അവരുടെ ജീവിതം അറിയും തോറും നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ നാടകീയത എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമായ ജീവിത സന്ദർഭങ്ങളാണ് എന്ന്. പിന്നെ സ്ത്രീകളാണ്. എന്തെല്ലാം നാടകങ്ങൾ, എന്തെല്ലാം വേഷം കെട്ടിയാലാണ് ഈ ജീവിതം എന്ന നാടകം ഒന്ന് പൂർത്തിയാക്കാൻ കഴിയുക. അതുകൊണ്ട് ശ്രീ AR മുഹമ്മദിനോട് ഞാൻ ആദ്യം മീഡിയയ്ക്ക് തന്നെ നന്ദി പറഞ്ഞു. എനിക്ക് മുഹമ്മദിൻ്റെ ഹൃദയസ്പർശിയായ വാക്കുകൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. എന്നെ വല്ലാതെ പരിഭ്രമിപ്പിച്ച, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ മരവിപ്പിച്ച ഒരു നിമിഷമുണ്ട്. ഈ പുസ്തകം പ്രസ്സിലേക്ക് പോയി കഴിഞ്ഞ ആ സമയത്ത് ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ ഒരു ദിവസം പത്രം എടുത്ത് നോക്കുമ്പോൾ മുൻ പേജിൽ കണ്ടത് 15 വർഷം വിചാരണ കൂടാതെ തടവിലായ അസ്ലം ഒരു ഇജാസ് തന്നെ അത് പുറത്തു വന്നു എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് ഇർഷാദ് അലി വിട്ടയച്ചു. അത് ഒരു ഇർഷാദ് അലിയൊന്നുമല്ല, ഒരു ഇജാസ് അലിയൊന്നുമല്ല ഈ രാജ്യത്തുള്ളത്. അത് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ രാജ്യസ്നേഹമാണ്. ആ രാജ്യസ്നേഹത്തിൻ്റെ പ്രകടനമാണ്. സ്വന്തം സഹപൗരരെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രവും രാഷ്ട്രീയ പാർട്ടിയും രാജ്യസ്നേഹത്തെപ്പറ്റി സംസാരിക്കാൻ അർഹതയില്ല. ഇതിൽ വാസ്തവത്തിലൊരു എന്തുപറ്റി ശ്രീ LS ലോഹി സാറിനോട് എത്ര നന്ദി പറഞ്ഞാൽ അദ്ദേഹം ഇടയ്ക്ക് പോയി തിരിച്ചു പോയി. എനിക്ക് വളരെ സന്തോഷം. ഇത്ര സൂക്ഷ്മമായൊരു വായനയ്ക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതിൻ്റെ പാരഡോക്സ് എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് അതിനെ ആ നോവലിൻ്റെ മുഴുവൻ, നോവൽ പറയാൻ ശ്രമിച്ച, ഞാൻ രേഖപ്പെടുത്താൻ ശ്രമിച്ച എല്ലാ ആകുലതകളെയും സാർ അത് രേഖപ്പെടുത്തി എന്നുള്ളതിന് പ്രത്യേകം നന്ദി പറയുന്നു. സുജാ കമല ടീച്ചറിന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. ഞാൻ തീർച്ചയായിട്ടും സൈനൽ ആബിദിനോട് പറയാം. സുജ ടീച്ചർ പറഞ്ഞത് സത്യമാണ്. ഈ പുസ്തകത്തിൻ്റെ കവർ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പുസ്തകം എഴുതുന്നതിനേക്കാൾ എഴുതിയപ്പോൾ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി ഒരു തിക്കുമുട്ടൽ ഞാൻ അനുഭവിച്ചു എന്നുള്ളതാണ് സത്യം. ആബിദിനെ എനിക്ക് എൻ്റെ അനിയനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം എങ്ങനെയാണ് ഞാൻ വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വിചാര ലോകത്തെ ഒരു കവർ ചിത്രം കൊണ്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആബിദ് എനിക്ക് തോന്നുന്നു ഈ നമുക്ക് മലയാളത്തിൽ, കേരളത്തിന് ലഭിച്ച ഒരു വലിയ എങ്ങനെയാണ് ആ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മളെല്ലാവരും അത്ഭുതപ്പെടാറുണ്ട്. അതൊരു വലിയ സമ്മാനമാണ് സത്യത്തിൽ ഈ പുസ്തകത്തിന് ആബിദിൻ്റെ കവർ. പിന്നെ പാവ പോലെയാണ്, മത്രിയോഷ്ക പാവയുടെ രൂപകം വെച്ചിട്ട് ആ നോവലിനെ മൊത്തമായി വിശദീകരിച്ചതിന് പ്രത്യേകം നന്ദി. ഇതൊക്കെ ഈ സ്നേഹത്തോടെ വായിക്കുന്ന, ഉള്ളു തൊടുന്ന വായനക്കാർക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അത് എൻ്റെ ഹൃദയത്തെ ഏതൊക്കെ വിധത്തിൽ
ധന്യമാക്കുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. താങ്ക് യു സോ മച്ച്. ഷീബ ദിൽഷാദ്, ഞാൻ ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയന്നത് മുഴുവൻ എങ്ങനെയാണ് ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വായിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നതോ ഒരു ചെറിയ പിഴവ് വരുന്നതോ ഞാൻ ഭയന്നിരുന്നു. കാരണം അറിയാമല്ലോ, എനിക്ക് മറ്റൊരു മതത്തിൽപ്പെട്ട എനിക്ക് ഒരിക്കലും കുട്ടിക്കാലത്ത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നമ്മളെ വേർതിരിച്ചിരിക്കുന്ന മതിലുകളുടെ ഇപ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ഭയമുണ്ടല്ലോ, പരസ്പരമുള്ള വിഭജനത്തിൻ്റെ വിഭാഗീയതയുടെയൊക്കെ വിത്തുകൾ മുള പൊട്ടിയിരുന്നത് അവിടെ നിന്നുമാണ്. ഒന്നിച്ചു ചേർന്ന് ഒരു കുടുംബത്തിൽ ജീവിക്കാൻ, ഒരു വീട്ടിൽ ഒരു കുടുംബാംഗങ്ങൾ എന്ന പോലെ ജീവിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് എനിക്ക് ആ മതത്തിൽപ്പെട്ട ആ സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ കൂടുതൽ മനസ്സിലാകുന്നത്. അവരും ഞാനും എൻ്റെ ബന്ധുക്കളും അവരുടെ ബന്ധുക്കളും തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ മനസ്സിലാകുന്നത്. അത് നമുക്ക് നേരത്തെ ഊഹിച്ചറിയാവുന്ന, വായനയിലൂടെ നമ്മളത് സ്വാംശീകരിച്ച സത്യമാണെങ്കിലും അത് തെളിഞ്ഞു കിട്ടിയത് അപ്പോഴാണ്. എൻ്റെ തന്നെ ചോര, എൻ്റെ എന്താണ്, ഇതിലൊന്നും ഒരു മതം എന്ന് പറയുന്നതും ജാതി എന്ന് പറയുന്നതും പലതരം വിഭജനങ്ങളും എത്ര അർത്ഥമില്ലാത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ്. ആ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതും പരസ്പരം ആശയവിനിമയം നടത്തുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിൽ തീർച്ചയായിട്ടും എന്നെ ഉത്കണ്ഠപ്പെടുത്തിയത്, ഞാൻ അടുത്ത കാലത്ത് ധാരാളം മുസ്ലിം സ്ത്രീകളുമായി അടുത്തിടപഴകി തുടങ്ങിയപ്പോൾ എന്നെ ഉത്കണ്ഠപ്പെടുത്തിയ ഒരു കാര്യം, ഞാൻ ഈ സമുദായത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ, നമ്മൾ ആരും തിരഞ്ഞെടുക്കുന്ന മതത്തിലല്ല, തിരഞ്ഞെടുത്ത മതത്തിലല്ല നമ്മൾ ജനിച്ചിരുന്നതെങ്കിൽ ഞാൻ ഏത് തരം സ്ത്രീയാകുമായിരുന്നു, ഞാൻ ഏത് തരം ജീവിതമായിരുന്നു നയിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഫിദയിലെത്തുന്നത്. ഇത് ഞാനൊരു മുസ്ലിമായി സ്വയം സങ്കല്പിച്ച് ജീവിച്ച ജീവിതമാണ്. അതല്ലാതെ ജീവിക്കാൻ എനിക്കൊരു അനുവാദം രണ്ട് മതങ്ങളും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സങ്കല്പത്തിൽ അങ്ങനൊരു സ്ത്രീയായി ജീവിക്കുകയായിരുന്നു. അതിൽ ഒരു ഏത് മതത്തിലായാലും, നമ്മൾ ഇന്നത്തെ ഇന്ത്യയിൽ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ഒരു ലിബറൽ സ്ത്രീക്ക് വലിയ ചട്ടക്കൂടുകളും വലിയ പരിമിതികളും ഉണ്ട്. നിങ്ങളൊരു മതത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ, നീ മതത്തിൻ്റെ എന്താണ് മേൽക്കോയ്മ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായ ഒരുപാട് നിയമാവലികളുണ്ട്, അനുസരിക്കേണ്ടതായ ഒരുപാട് നിയമാവലികളുണ്ട്. അതൊരു മതത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല. പക്ഷേ ഇന്ത്യ അതിൻ്റെ ജനാധിപത്യത്തെ വഴിതിരിച്ചു വിടുന്ന ഒരു സന്ദർഭത്തിൽ ന്യൂനപക്ഷങ്ങളിലെ സ്ത്രീകളുടെ, ദളിത് വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വളരെ ഉത്കണ്ഠാകുലരാകേണ്ടിയിരിക്കുന്നു. ഞാൻ ഉത്കണ്ഠാകുലയാണ്. ഒരു ലിബറൽ സ്ത്രീയുടെ ഇടം എവിടെയാണ്? ഒരു ഹിന്ദു ലിബറൽ സ്ത്രീക്ക് അവളുടെ സമുദായം ഭ്രഷ്ടയാക്കിയാലും പുറത്താക്കിയാലും തിരിച്ചു വരുമ്പോൾ ഒരിടമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ആ ഇടം കണ്ടെത്താം. പക്ഷെ ഒരു മുസ്ലിം സ്ത്രീയുടെ ഇടം എവിടെയാണ്? ഒരു ക്രിസ്ത്യൻ സ്ത്രീക്ക് പോലും ആ ഇടമുണ്ട്. ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഓരോ ഇന്ത്യയിൽ ജനിച്ച ഓരോ ആളും ഉത്തരം പറയേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കണ്ടെത്തുക എന്നുള്ളത്, അത് ആ ഇടം ഉണ്ടാവണം. കാരണം ഒരു സ്ത്രീ ഇങ്ങനെ വസ്ത്രം ധരിച്ചാലേ ഇങ്ങനെ വസ്ത്രം ധരിക്കണമെന്നോ ധരിക്കരുതെന്നോ പറയാൻ ഒരാൾക്കും അവകാശമില്ല എന്നുള്ളത് ഒരു മുസ്ലിം സ്ത്രീ എന്ന രൂപകത്തിലൂടെ പറയാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഗുൽഷാദ് എൻ്റെ സഹോദരനെ പോലെയാണ്. എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് ഗുൽഷാദിനെ അറിയാം. ഓർക്കാപ്പുറത്ത് ഇങ്ങനെ പൊട്ടി വീഴുന്നത് പോലെ ഓരോ ഫോൺ കോൾ വരും. നമ്മൾ എവിടെ നിൽക്കുകയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അന്വേഷിക്കില്ല. ഗുൽഷാദ് പറയാൻ പോകുന്നത് ഗുൽഷാദ് അപ്പോൾ വായിച്ച ഏതെങ്കിലും കഥയെ പറ്റിയായിരിക്കും. ആ കഥയുടെ ഗുൽഷാദിന് തോന്നിയ കാര്യങ്ങളെ പറ്റിയായിരിക്കും. എൻ്റെ കഥയെക്കുറിച്ചാകാം, വേറെ ആരുടെയെങ്കിലും കഥയെക്കുറിച്ചാകാം. അത് പറയും, വയ്ക്കും. പിന്നെ അടുത്ത സംഭവം വരുമ്പോഴാണ് ഗുൽഷാദിനെ കുറിച്ച് കേൾക്കുന്നത്. ഇത്രയും സാഹസപ്പെട്ട് 3 ബസ് മാറി കയറി വരുമ്പോൾ തന്നെ അറിയാം ഞാൻ സ്വന്തം ചേച്ചി ആയതുകൊണ്ട് തന്നെയാണ് ഗുൽഷാദ് വന്നതെന്ന്. ഞങ്ങൾ
കണ്ടുമുട്ടിയത് ഈ ഇതുപോലെ വായനയുടെ ഏതോ ഒരു ആകാശത്ത് വെച്ചാണ്. ആ ആകാശത്ത് ഇപ്പോഴും തുടരുന്നു. അതിന് ഒരുപാട് നന്ദി. ശ്രീ വേണുനാഥ് പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇത് ഫിദയുടെ മാത്രം യാത്രയല്ല എന്നുള്ളൊരു നിരീക്ഷണം വളരെ സന്തോഷകരമാണ്. പിന്നെ എനിക്ക് സന്തോഷിപ്പിച്ച സംഗതി വായനക്കാർക്ക് സന്തോഷത്തോടെ വായിച്ച് മടക്കി വയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സംഗതിയാണ്. ഇതെനിക്ക് വായനക്കാരെ കൊണ്ട് വേദനയോടെ മാത്രമേ പുസ്തകം മടക്കി വയ്ക്കാവൂ എന്നൊരു വാശി എനിക്കുണ്ട്. കാരണം എന്നാൽ മാത്രമല്ലേ അവരതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയുള്ളൂ. ചിന്തിക്കും തോറുമല്ലേ ഒരു പുസ്തകം വലുതാകുകയുള്ളൂ. വായിച്ച് മടക്കി വെച്ചു മറന്നുപോയാൽ പിന്നെ പുസ്തകം അവിടെ അവസാനിക്കും. അതിനു പകരം ആലോചിക്കാൻ ഇടവരുന്നെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ക്ഷോഭത്തോടെയോ സ്നേഹത്തോടെയോ രോഷത്തോടെയോ ഒക്കെ ചിന്തിക്കാൻ കഴിയുന്ന നീറ്റലോടെയോ ഒക്കെ ചിന്തിക്കാൻ കഴിയുമ്പോഴും മാത്രമേ പുസ്തകം വലുതാകുന്നുള്ളൂ. അല്ലെങ്കിൽ പുസ്തകം വളരെ ചെറുതായി പോകും. ആ പേജുകളോടെ അതങ്ങ് തീർന്നു പോകും. ശ്രീ ഷാജി ശ്രീരംഗത്തിന് താങ്ക് യു. കാരണം അത് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് താങ്കൾ ആ കടന്നുപോയ അവസ്ഥയെന്ന്. ആ ക്യാമ്പസുകളിൽ അന്ന് സമരം നടക്കുന്ന സമയത്ത് പൗരത്വ പ്രക്ഷോഭവും ഈ ക്യാമ്പസിലെ സമരവും ഇതൊക്കെ നമ്മൾ മാറി നിന്ന് വളരെ അകന്നു നിന്ന് കാണുമ്പോൾ അതിനൊന്നും അതിൻ്റെ അതെന്തായിരുന്നു അതെന്നുള്ളത് കൃത്യമായി മനസ്സിലാകുമായിരുന്നില്ല. അതിൻ്റെ ചരിത്രത്തിലേക്ക് അവിടുത്തെ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് വാസ്തവത്തിൽ അതിൻ്റെ തുടക്കം എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഈ പൗരത്വം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ നമ്മളെ പലസ്തീനെ ഓർമ്മിപ്പിക്കുമെങ്കിലും വാസ്തവത്തിൽ ഈ പൗരത്വ പ്രക്ഷോഭത്തിന് തൊട്ടു മുമ്പുണ്ടായ ക്യാമ്പസിലെ സമരം അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഭയങ്കരമായ ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. വായിച്ചിരിക്കേണ്ട നോവൽ എന്ന് പറഞ്ഞതിന് വളരെ നന്ദി. എൻ്റെ ഇത്രയും വർഷങ്ങളിലെ പ്രയത്നത്തെ സഫലമാക്കുന്നു. അതുകൊണ്ട് പ്രത്യേകം നന്ദി. നന്ദു മൂന്നാമത്തെ സെഷനിൽ നന്ദു പോയോ? നന്ദു മൂന്നാമത്തെ സെഷനിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്ന മുഖമാണ്, മറക്കാൻ പറ്റില്ല. നന്ദുവിൻ്റെ നിരീക്ഷണവും വളരെ പ്രസക്തമാണ്. ഫിദയുടെ വീണ്ടെടുപ്പ് എന്ന ഒരു അർത്ഥം വച്ചിട്ട് തിരിച്ചെടുത്തത്. പിന്നെ എനിക്കെന്തെങ്കിലും ഫോബിയ ഉണ്ടോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഫോബിയ എന്താണെന്ന്. ലേഖ ടീച്ചർ എവിടെ പോയി? എന്തായിരുന്നു ചോദ്യം? ഇതെങ്ങനെയാണ് കണ്ടെത്തിയതെന്നല്ലേ? ബയോളജിക്കലി അങ്ങനെ ഉണ്ടോ എന്ന്. സത്യത്തിൽ ഈ കലാച്ചിയിലെ ഈ സ്ലീപ്പിംഗ് സിക്നസിനെ കുറിച്ച് കുറേ ഞാൻ വായിച്ചു നോക്കി. അതായത് 2013 ശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വിദഗ്ധർ ഈ പ്രദേശം സന്ദർശിക്കുകയും ഇത് വളരെ ഒരു കുഗ്രാമമാണ്. വളരെ സാഹസപ്പെട്ട് വേണം നമ്മൾ അവിടേക്ക് പോകാൻ. തലസ്ഥാന നഗരമായ അസ്തനയിൽ നിന്ന് ഏതാണ്ട് 600 കിലോമീറ്റർ ഉണ്ട്. തീർത്തും മഞ്ഞ് മൂടിയ തണുപ്പാണ്, നല്ല തണുപ്പാണ്. പൊതുവെ വേനൽക്കാലത്ത് നല്ല തണുപ്പുള്ള പ്രദേശമാണ്. ആ സ്ഥലത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും വന്ന് ചികിത്സിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അവർക്ക് ആർക്കും ഇതുവരെ അതിൻ്റെ കൃത്യമായ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പലരും പറയുന്ന ഏറ്റവും സാധ്യമായ ഒരു കാരണം, സംഭവ്യമായ ഒരു കാരണം, അവിടെ അടച്ചിട്ട ഒരു യുറേനിയം ഖനി ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള കാറ്റടിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ്. ആ ഖനിയിൽ നിന്നുള്ള റേഡിയേഷനാണ് ഇതിൻ്റെ കാരണമെന്നോ ഖനിയുടെ ഭാഗമായിട്ട് ഉപേക്ഷിച്ച ഏതോ വസ്തു വെള്ളത്തിൽ കലർന്നതാണെന്നും ഒക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഈ അസുഖം ബാധിച്ചവരുടെ പലതരത്തിലുള്ള ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എന്താണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളതിൽ ഒരെണ്ണം ഈ അക്രമാസക്തതയും ലൈംഗികമായ അഗ്രഷനുമാണ്. ഇതതിൽ ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞു കേട്ടതാണ്, അത് വായിച്ച അറിവാണ് എനിക്കുള്ളത്. അത് ഈ കഥയിൽ കൃത്യമായി ഉപയോഗിച്ചു എന്ന് മാത്രം. അത് പക്ഷേ എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അതങ്ങനെ ഉണ്ടാവണമെന്നുമില്ല. പക്ഷെ പലർക്കും അത് ഉണ്ടായതായിട്ട് ചില ഡോക്ടർമാരത്
പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശശികുമാറിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. അതിലൊരു ചോദ്യം ചോദിച്ചല്ലോ, സ്നേഹം കൊണ്ടാണ് നമ്മൾ ഒരുമിക്കേണ്ടത്, വെറുപ്പ് കൊണ്ടല്ല. അതിൽ ഇജാസ് അലി ഒരു പ്രത്യേകമായ ഒരു വിശദീകരണം അതിൽ കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും ഓരോ സമൂഹവും നിലനിൽക്കുന്നത് സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടുമാണെന്ന്. വാസ്തവത്തിൽ നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, മറ്റൊരു സമൂഹത്തെ വെറുക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. അപ്പം നമ്മുടേതായ ഒരു ഗ്രൂപ്പിനെ ഒന്നിപ്പിച്ച് നിർത്താൻ മറ്റൊരാളെ വെറുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അധികാരത്തിൻ്റെ ആവശ്യകതയാണ്. അപ്പോൾ എപ്പോൾ മറ്റൊരു കൂട്ടരെ വെറുക്കാൻ, മറ്റൊരു സമുദായത്തെ, സമൂഹത്തെ, മതത്തെ, ജാതിയെ വെറുക്കാൻ നമുക്കിടയിൽ ഒരു നിർബന്ധം, നമുക്ക് മേലൊരു സമ്മർദ്ദം ഉണ്ടാകുന്നു, ആ സമയത്ത് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ ജീവി എന്ന നിലയിലും മനുഷ്യരെല്ലാവരും വളരെ ജാഗ്രതയോടെ അതിനെ നിരീക്ഷിക്കേണ്ടതുണ്ട്. വെറുക്കാനുള്ള ഏത് ആഹ്വാനത്തെയും നമ്മൾ ഭയക്കേണ്ടതുണ്ട്. അത് ആത്യന്തികമായി നമ്മളെ ഭയക്കാനാണ് നിർബന്ധിക്കുന്നത്. ഈ ഭയം കൊണ്ട് നമ്മളെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണിത്. അതിന് വീട്ടിനകത്തായാലും വീട്ടിന് പുറത്തായാലും. ഇനി ഗ്രീഷ്മയുടെ ചോദ്യമാണ്, കൊഞ്ചിറവിള. കൊഞ്ചിറവിള കുറേ ദൂരെയാണോ? കൊഞ്ചിറ, വെമ്പായം. ഓക്കെ, ശരി. വീഡിയോ കണ്ടിട്ടാണ് ഗ്രീഷ്മ വന്നത്. യൂദാസിൻ്റെ സുവിശേഷം വായിച്ചുകൊണ്ടേയിരിക്കുന്നതിലും സന്തോഷം. പിന്നെ കലാച്ചിയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനതിൽ പിൻകുറിപ്പിൽ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അത് ഞാനിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുക, ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് ആ സ്ഥലം കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ഇന്ത്യ കടന്നു പോകുന്ന ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമാണിപ്പോൾ പ്രശ്നങ്ങൾ നേരിടുന്നതെന്ന്. അല്ല, അത് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഭീകരമാണ്. അതിൽ നിന്ന് മുക്തരാകേണ്ടത് വ്യക്തിപരമായി കൂടി നമ്മുടെ മനസമാധാനത്തിനും നമ്മുടെ സ്വസ്ഥ ജീവിതത്തിനും അത്യാവശ്യമാണ്. വെറുത്തുകൊണ്ട് നമുക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന കാര്യം. അതുകൊണ്ട് സ്നേഹിക്കാനും മനസ്സ് വിശാലമാക്കാനും നമ്മൾ പഠിച്ചേ പറ്റും. അതുകൊണ്ട് അങ്ങനെയാണ് കലാച്ചിയിലെത്തുന്നത്. പിന്നെ രാജശ്രീ ചേച്ചി എന്ന് വിളിക്കാമോ? ഭയങ്കര സ്നേഹം തോന്നി. കാരണം എനിക്ക് ആ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ ആരാധിക്കുന്നു എന്ന് ദയവ് ചെയ്ത് നിങ്ങളിൽ ഒരാളും പറയരുത്. എനിക്ക് ആരാധന ആവശ്യമേ ഇല്ല, എനിക്ക് ഫാൻസിനെ ആവശ്യമേ ഇല്ല. ഞാൻ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, അത് ആവശ്യമുള്ളവർക്ക് മതി. എനിക്ക് കയ്യടി ആവശ്യമേ ഇല്ല. എനിക്ക് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇഷ്ടമാണ്, വിമർശിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ വിമർശനത്തിന് അതേ ടോണിൽ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ എനിക്ക് തരണം. അല്ലാതെ എന്നെ വിമർശിച്ചിട്ട് ഓടിപ്പോരുത്. തിരിച്ചെൻ്റെ മറുപടി കൂടെ കേൾക്കണം. അതിന് പരുഷമാണെങ്കിൽ കൂടി ആ പാരുഷ്യം എൻ്റെ ഉള്ളിൽ, രാജശ്രീ ചേച്ചിയോടല്ല പറയുന്നത്, ഞാൻ എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഈ സ്നേഹമാണ്. ഇത് അർഹിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ ഒന്നേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ രണ്ടുപേരും ജീവിച്ചിരുന്ന ഒരു പ്രത്യേക കാലത്തും ഒരു ലോകത്തും മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് സ്പർശിച്ചു എന്നുള്ളതാണ്. ഒരാത്മാവ് മറ്റൊരാത്മാവിനെ സ്പർശിക്കുന്ന ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ എഴുത്തിലും വായനയും പുസ്തകം വായിക്കുമ്പോൾ നടക്കുന്നത്. അങ്ങനെ സ്പർശിക്കപ്പെടുമ്പോൾ നമ്മൾ താതാത്മ്യപ്പെടുന്നു ചില കാര്യങ്ങളിൽ നിന്നുള്ളതാണ്. വേദനകളോട് താതാത്മ്യപ്പെടുന്നു, ഉത്കണ്ഠകളോട് താതാത്മ്യപ്പെടുന്നു, സന്തോഷങ്ങളോട് താതാത്മ്യപ്പെടുന്നു, സ്വപ്നങ്ങളോട് താതാത്മ്യപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ ആരാധനയുടെ പ്രശ്നമേ ഇല്ല. ഗുരു പറഞ്ഞതുപോലെ രണ്ടില്ലാതാകുകയാണ്, ഒരാളായി തീരുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ രസതന്ത്രം. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദി. എങ്ങനെയാണ് ഈ സ്നേഹത്തിന് ഞാൻ മറുപടി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെൻ്റെ അക്ഷരങ്ങളിലൂടെ മാത്രമേ ആകൂ സ്വീകരിക്കുക. പിന്നെ മാഷ് പറഞ്ഞ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഓർമ്മയുടെ ഞരമ്പിൽ കുട്ടിക്ക് പേരിടുന്ന സംഗതി കലാച്ചിയിലും. ഓർമ്മയുടെ ഞരമ്പിൽ അത് കൃത്യമായും കുടുംബത്തിനകത്തെ അധികാരമായിരുന്നു. പക്ഷേ കലാച്ചിയിൽ വരുമ്പോഴേക്കും അത് സമൂഹത്തിൻ്റെ, അതൊരു
മതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ അധികാര പ്രയോഗമാണ്. അതായത് അനന്തരാവകാശി എന്ന ഒരു സ്വകാര്യ സ്വത്തിൻ്റെ ഉടമസ്ഥത കൈമാറാനുള്ള ഒരു ആളെന്ന നിലയിൽ, ഒസ്യത്ത് കൈമാറാനുള്ള ഒരാളെന്ന നിലയിൽ എപ്പോഴും ഈ സന്തതി ഒരു വലിയ ചോദ്യമാണ്. അതിൻ്റെ മേൽ കുട്ടികൾ ഉണ്ടാകണോ വേണ്ടയോ, കുട്ടിയെ പ്രസവിക്കണോ വേണ്ടയോ, വിവാഹം കഴിക്കണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ സ്ത്രീക്ക് ഒരു സ്വയം നിർണയാവകാശം ഇല്ലാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. മതവും പൗരത്വവും കുടുംബവും തമ്മിലുള്ള ആ ഒരു കെട്ടുപാടുണ്ടല്ലോ, അതിലെപ്പോഴും ഇല്ലാതായി പോകുന്നത് സ്ത്രീയാണ്. അവളുടെ അധ്വാനമാണ്, അവളുടെ സമർപ്പണങ്ങളാണ്, ചിലപ്പോഴൊക്കെ അവളുടെ മുഴുവൻ ജീവിതവുമാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 25 വർഷത്തിനിടയിൽ ഒരു വൃത്തം പൂർത്തിയാക്കുകയായിരിക്കും. ഇതൊക്കെ വളരെ സബ് കോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു സംഗതി. പിന്നെ ടമാത്തി ബാക്കോ എന്ന എന്താണെന്നുള്ളതാണ്. സത്യത്തിൽ അതെന്താണെന്നുള്ളത്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതിന് കൃത്യമായ ഉത്തരവില്ല. അതൊരു പേടകമായിരുന്നു, ആ പേടകത്തിൻ്റെ പേരായിരുന്നു എന്ന് മാത്രമേ നമുക്കറിയൂ. പക്ഷെ ആലോചിക്കും തോറും നമുക്ക് അതിന് എന്തർത്ഥം വേണമെങ്കിലും കൽപ്പിക്കാം. സംഗതി എന്താണെന്ന് മനസ്സിലായല്ലോ. അതിലെൻ്റെ വാർദ്ധക്യമായിരുന്നു, അതിനുള്ളിലെൻ്റെ വാർദ്ധക്യമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളിലെൻ്റെ സ്നേഹമായിരുന്നു. നമ്മുടെ പ്രണയത്തിൻ്റെ ടമാത്തി ബാക്കോ, തുറക്കപ്പെടരുതാത്ത ആ ചെപ്പ്, ആ പേടകം അതായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എന്താണെന്നും അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതിൻ്റെ അടരുകൾ എന്താകുമെന്നും മനസ്സിലാവും. നമ്മുടെയൊക്കെ ടമാത്തി ബാക്കോ എന്താണ്? നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ടമാത്തി ബാക്കോ അത് തീർച്ചയായും സമത്വമാണ്, സ്വാതന്ത്ര്യമാണ്, നീതിബോധമാണ്. അപ്പം അതുകൊണ്ട് ആ ടമാത്തി ബാക്കോ എറിഞ്ഞുടച്ച് കളയരുത് എന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും നന്ദി പറയുന്നു. ഈ ഒരു പ്രതിമാസ ചർച്ച എന്ന് പറയുന്നത് എക്കാലത്ത് നമുക്ക് നടത്താവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. സംസാരിച്ചു കൊണ്ടേയിരിക്കുക, ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക, സംവദിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും നന്ദി. ഞാൻ സിജിക്ക് നന്ദി പറഞ്ഞോ? സിജി എന്താ ചോദിച്ചത് എൻ്റെ അടുത്ത്? സിജി ചോദിച്ചത് ഇതിനകത്തൊക്കെ പോയി. ഫിദ എങ്ങനെയാ? ഫിദയത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫിദ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്. സിജിക്ക് പ്രത്യേകം നന്ദി. നമ്മളിപ്പോൾ ഇങ്ങനെ എൻ്റെ വായനക്കാരെല്ലാവരും തന്നെ ഒരു കഥയോ രണ്ടാമതൊരു കഥയോ വായിച്ചിട്ട് തേടിപ്പിടിച്ച് മറ്റു കഥകളെല്ലാം വായിച്ച് കൂടെ കൂടിയ ആളുകളാണ്. ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറഞ്ഞ പുസ്തകം ഇറങ്ങിയ കാലം മുതൽ, സർപ്പയജ്ഞം എന്ന് പറയുന്ന കഥ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത സമയം മുതൽ എന്നെ തേടി പിടിച്ച് വായിക്കാൻ, എൻ്റെ കഥകൾക്കായിട്ട് നോക്കിയിരുന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്തൊരു കുഞ്ഞു സമൂഹമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 5-6 പേരോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10-20 പേരോ ഒക്കെ ആയിരുന്നു. പിന്നെയാണ് അതിൽ വേറെ തലമുറയിൽപ്പെട്ട ആളുകൾ കൂടി വന്നു ചേർന്നത് എന്നുള്ളത് എനിക്ക് തന്നെ അത്ഭുതം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് പക്ഷെ തെളിയിക്കുന്ന ഒരു സംഗതിയുണ്ട്, നമ്മുടെയൊക്കെ അനുഭവങ്ങൾ പരസ്പരം കൊരുത്ത് കിടക്കുന്നു എന്നും ഈ കാലത്ത് നമുക്ക് യാത്ര ഒന്നിച്ച് തന്നെ ആവണമെന്നുള്ളതും. ഞാൻ സ്ത്രീകളെക്കുറിച്ച് എഴുതുന്നു എന്ന് വിചാരിച്ച് അത് പുരുഷന്മാരെക്കുറിച്ചല്ല എന്ന് കരുതുന്ന കുറേ ആളുകളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. എല്ലാ സ്ത്രീകളുടെയും ഒപ്പം ഉള്ള പുരുഷ ജീവിതവും കൂടി ഇതിൽ ചർച്ചാവിധേയമാകുന്നുണ്ട് എന്നുള്ളത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഘാതകൻ അച്ഛന്മാരെ കുറിച്ചുള്ള പുസ്തകമാണ്. ഖബറിൽ ഒരു എന്താണ്, ഖബറിലുള്ള ചർച്ചാ വിഷയം പോലും അതാണ്, പൗരുഷത്തെക്കുറിച്ചുള്ള ചോദ്യം, മതവും പുരുഷനും തമ്മിലുള്ള ചോദ്യം, ബന്ധത്തെക്കുറിച്ചുള്ളത്. ഏതായാലും ഈ ഒരു സായാഹ്നത്തിന്, ഈ ഒരു കൂട്ടുചേരല് നന്ദി പറയുന്നു. ഇതിങ്ങനെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മാളവിക മോൾ ഇവിടെ സമ്മാനം കിട്ടിയ ഓരോ ആളിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. കുട്ടികളുണ്ടല്ലോ, ശ്രീനന്ദ്, ഡാർവിൻ, മാളവിക ഒന്നിലേറെ പോയോ കുട്ടികളൊക്കെ? മാളവിക എന്നാണല്ലോ ഞാൻ പേരെടുത്തത്. മാനവികയാണല്ലേ? സോറി. മാനവിക, സാൻഡി, എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മിടുക്കരാവുക. നന്ദി.